നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ മൗനവ്രതത്തിലാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ചില ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്, അവിടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന റെയ്ഡുമായി സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് വി.ഡി. സതീശൻ മൗനവ്രതത്തിലാണ്. 7 ഇടത്ത് വെച്ച് ഈ ഒരു റെയ്ഡിന് പിന്നാലെ 7 ഇടത്ത് വെച്ച് മാധ്യമങ്ങൾ ഈ റെയ്ഡിനെ കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു. എന്താണ് ഉത്തരമെന്ന് കേരളമൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. ചിരിക്കുന്നു, അവഗണിച്ചു പോകുന്നു, മുഖം കൊടുക്കാതെ പോകുന്നു, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോകുന്നു. കേരളത്തിലെ കാര്യങ്ങളൊന്നും അറിയാത്ത പോലെയാണ് വി.ഡി. സതീശൻ ഈ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പലരും പറഞ്ഞു തുടങ്ങി, ഇതിലും ഭേദം പിണറായി വിജയന്റെ കടക്ക് പുറത്ത് തന്നെ. 7 തവണ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ടും ഇ.ഡി. റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും വി.ഡി. സതീശൻ ഒഴിഞ്ഞു മാറി. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടും വി.ഡി. സതീശന് മൗനം തന്നെയാണ്. പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മലപ്പുറം പാണക്കാട് തറവാട്ടിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. പാണക്കാട് കുടുംബത്തോടൊപ്പം പ്രഭാത ഭക്ഷണത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിയുന്ന ദിവസങ്ങളായി വരാനിരിക്കുന്ന കാലം മാറണമെന്നുമായിരുന്നു അദ്ദേഹം ആശംസിച്ചത്. അവിടെയും ഉയർന്നു ചോദ്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനെ കുറിച്ച് എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്? ആ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദ്യം ചോദിച്ചെങ്കിലും വിഷയം മാറ്റുകയും മാത്രമല്ല അതിനോട് പ്രതികരിക്കുകയോ ആ വിഷയത്തെക്കുറിച്ച് യാതൊന്നുമേ മിണ്ടാതെ മടങ്ങുകയായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിലടക്കം നടന്ന ഇ.ഡി. റെയ്ഡുകൾ രാഷ്ട്രീയമായി വലിയ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മൗനം സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഇതേ വിഷയത്തിൽ പ്രതികരണം തേടിയപ്പോഴും അദ്ദേഹം ഒഴിഞ്ഞു മാറിയിരുന്നു. പോരാത്തതിന് ഇനി നയപ്രഖ്യാപന പ്രസംഗ ദിവസമാണ്. അതായത് ഈ സർക്കാർ, വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ്. അതിനു മുൻപേ അദ്ദേഹത്തിന്റെ വീട് കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. UDF സർക്കാരിന്റെ നയപ്രഖ്യാപന ദിവസമായ ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയത് വലിയ രീതിയിൽ വിവാദമായി മാറിയിരിക്കുകയാണ്. CPIM പൊളിറ്റ് ബ്യൂറോ അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതികളിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണോ ഈ കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിലൂടെ ഉദ്ദേശിച്ചത് എന്ന ഒരു വിമർശനം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം മാധ്യമങ്ങളോട് പലപ്പോഴും പലയിടങ്ങളിൽ വെച്ച് വലിയ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഒരിക്കൽ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ വിവാദമായതാണ്. അങ്ങനെയൊന്നും ഇത്തവണ ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. എന്തിനേറെ പറയുന്നു, അങ്ങനെ മാധ്യമങ്ങളോട് മോശമായി പെരുമാറിയ പിണറായി വിജയനെ വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് വി.ഡി. സതീശൻ. അതേ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ചോദ്യത്തിൽ നിന്നും മാധ്യമങ്ങളെ അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകും, മാധ്യമങ്ങളെ ഞാൻ എപ്പോഴും കാണും, മാധ്യമങ്ങളോട് ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞ് ഉറപ്പ് തന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരു പ്രധാനപ്പെട്ട വിഷയം വന്നപ്പോൾ മാധ്യമങ്ങളെ അവഗണിക്കുകയാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ അവഗണിച്ച് അവർക്ക് വേണ്ട രീതിയിൽ മറുപടി നൽകാതെ ഓടി മറയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നത് ഒരു നിർണായക ചോദ്യം തന്നെയാണ്. പക്ഷേ ആ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉത്തരം കിട്ടുന്നില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം നൽകുന്നില്ല. എന്തിനാണ് അവഗണിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഒഴിഞ്ഞു മാറുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. നയപ്രഖ്യാപനം നടക്കുന്ന ഇന്ന് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ വരെ മാധ്യമങ്ങൾക്ക് അനുമതി നിഷേധിച്ചതാണ് ഏറ്റവും വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. ക്ലിഫ് ഹൗസിലെ അറ്റകുറ്റപ്പണികൾ തീരാത്തതിനാൽ വി.ഡി. സതീശൻ കന്റോൺമെന്റ് ഹൗസിലാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങളെ പേടിയാണോ എന്ന് ചോദിച്ചിട്ടും അദ്ദേഹം യാതൊരു പ്രതികരണവും നടത്തിയിരുന്നില്ല. ഡൽഹി സന്ദർശനത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തോടും റെയ്ഡ് വിഷയത്തിൽ പ്രതികരണം തേടിയെങ്കിലും മറുപടി നൽകാൻ ആരും തയ്യാറായില്ല. ബുധനാഴ്ച 5 തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയപ്പോഴും കേരളത്തിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്രയും വലിയ, അതായത് ഒരു കേന്ദ്ര സേന ഈ കേരളത്തിലേക്ക് എത്തുന്നു, പ്രതിപക്ഷ നേതാവിന്റെ വീട് റെയ്ഡ് ചെയ്യുന്നു, ഇത്രയും അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഒന്നുകിൽ അക്രമ സംഭവങ്ങളെ അപലപിച്ചുകൊണ്ടെങ്കിലും ഒരു പ്രതികരണം മുഖ്യമന്ത്രിക്ക് നടത്താവുന്നതാണ്. പക്ഷെ അതുപോലും ആ ആക്രമണ സംഭവങ്ങളെ അപലപിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതും ഒരു വശത്ത് നിൽക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്ന ചോദ്യം, അതിനൊരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്.
പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ട കാര്യം, ഈ ഒരു മാസപ്പടി ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ മാസപ്പടി കേസിന്റെ പശ്ചാത്തലമൊക്കെ പലർക്കും അറിയാവുന്നതാണ്. ഇതിൽ PV എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, OC എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മറ്റ് പ്രമുഖരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചുരുക്കപ്പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിലേക്ക് അന്വേഷണം എത്തുമോ? പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, ഇവരിലേക്കൊക്കെ അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ടോ? EDയുടെ അടുത്ത ലക്ഷ്യങ്ങൾ അവരാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ നിരവധി നേതാക്കന്മാർ കോൺഗ്രസിലുമുണ്ട്. ആ കോൺഗ്രസ്സുകാരുടെ വീട്ടിലേക്കാണോ അടുത്ത് ED പാഞ്ഞു എത്തുന്നത്? ആ ഒരു ആശങ്കയുള്ളത് കൊണ്ടാണോ മുഖ്യമന്ത്രി VD സതീശൻ ഒന്നും മിണ്ടാത്തത്, ഈ വിഷയത്തിലൊന്നും മിണ്ടാത്തത് എന്ന ഒരു ചോദ്യവും ഒരു വശത്ത് ഉയരുന്നുണ്ട്. എന്തായാലും പിണറായി വിജയന്റെ വസതിയിലുണ്ടായ ED റെയ്ഡ് ഡൽഹി കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ ഗൂഢാലോചന ഭാഗമാണെന്ന് CPM നേതാക്കൾ ആരോപിച്ചിരുന്നു. പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ദേശീയ നേതാക്കൾ മുൻപ് പരസ്യമായി ചോദിച്ചതിലെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് നടപടികളുടെ വ്യക്തമാകുന്നത്. ED റെയ്ഡിന് പിന്നാലെ BJPക്കെതിരെ വിമർശനവുമായി മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നിരുന്നു. കേന്ദ്ര ഏജൻസികളെ BJP ദുരുപയോഗം ചെയ്യുന്നതിന്റെ തെളിവാണെന്നും ഇത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണെന്നും അരവിന്ദ് കെജ്രിവാൾ എക്സിലൂടെ പ്രതികരിച്ചിരുന്നു. പല നേതാക്കളും ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. ആ സാഹചര്യത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി യാതൊരു കാര്യവും ഈ വിഷയത്തിൽ മിണ്ടാത്തത്, പ്രതികരിക്കാത്തത് എന്നതാണ് ഏറ്റവും വിമർശനാത്മകമായി മാറുന്നത്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച കേസാണ് CMRL എക്സാലോജിക് മാസപ്പടി വിവാദം. ഇതിൽ PV, OC എന്നീ ചുരുക്കെഴുത്തുകൾ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ഡയറിയിലെയും രേഖകളിലെയും വിവരങ്ങൾ പ്രകാരം വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് കോടികൾ മാസപ്പടി നൽകിയെന്നാണ് ആരോപണം. ഈ ഡയറിയിലെ പ്രധാന ചുരുക്കെഴുത്തുകൾ താഴെ ഈ PV എന്നും OC എന്നും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും അവര് കോൺഗ്രസിലെ നിരവധി നേതാക്കന്മാരും ഈ ഒരു മാസപ്പടി വാങ്ങിയവരിലുണ്ട് എന്ന ആരോപണം തുടക്കം മുതൽ തന്നെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടിൽ ലിമിറ്റഡ് അപ്പീൽ നൽകിയിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് കമ്പനി സമീപിച്ചത്. ED അന്വേഷണം ഉടൻ തടയണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യമായി ഉയർത്തിയിരുന്നത്. കേസിൽ നിലവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ EDയുടെ സമാന്തര അന്വേഷണം നിയമവിരുദ്ധമാണെന്നുമാണ് കമ്പനി വാദിച്ചത്. പിന്നാലെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.